السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷ്യം വഹിക്കുന്നവനായിരിക്കുവാനും വേണ്ടിയത്രേ അത്. നീ ഇതേവരെ യാതൊരു കിബിലയിൽ നിലകൊള്ളുന്നവൻ ആയിരുന്നുവോ അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല. വന്നപാടെ മടമ്പുകളിൽ തിരിഞ്ഞ് മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ച് അറിയുവാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു നേർമാർഗത്തിലാക്കിയവർക്കൊഴികെ അത് ഒരു വലിയ കാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ സത്യവിശ്വാസം പാഴാക്കിക്കളയുവാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് ദയാലുവും കരുണാനിധിയും തന്നെ. ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിരുന്ന ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ ഈ രണ്ടാമത്തെ ജുസ്, അതായത് സൂറത്തുൽ ബഖറയിലെ 142 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തുടർന്നുകൊണ്ട് 143 ആയത്താണ് നാം ഇവിടെ ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്ത് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുകയും ഒട്ടനവധി ആശയങ്ങൾ അടങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു ആയത്താണ്. ഇതിന്റെ വ്യാഖ്യാനം മഹാനായ മുഹമ്മദ് അമാനി മൗലവി നിർവഹിച്ചിരിക്കുന്നത് അല്പം സുദീർഘമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റു വിശദീകരണങ്ങളിലേക്ക് പോകേണ്ടതില്ലാത്ത വിധം അദ്ദേഹം വളരെ സുവ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കുന്നതാണ് ഇതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്.
وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. അപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷ്യം വഹിക്കുന്നവനായിരിക്കുവാനും വേണ്ടിയത്രേ അത് എന്നാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? ഈ വചനത്തിൽ പല വിഷയങ്ങളും അടങ്ങിയിരിക്കുന്നു. അവ ഇങ്ങനെ വിവരിക്കാം. ഒന്ന്, ഖിബലയുടെ കാര്യത്തിൽ നിങ്ങളെ അള്ളാഹു നേർമാർഗത്തിലാക്കിയിട്ടുള്ളതുപോലെ നിങ്ങളെ അവൻ ഒരു ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. وكذلك جعلناكم أمة وسطا എന്ന് അള്ളാഹു സത്യവിശ്വാസികളെ അറിയിക്കുന്നു. വസത്ത് എന്ന വാക്കിന് മധ്യമം, മധ്യത്തിലുള്ളത് എന്നിങ്ങനെയാണ് വാക്കർത്ഥം. ഉത്തമമായത്, ശ്രേഷ്ഠമായത്, മിതമായത് എന്നിങ്ങനെയുള്ള ഉദ്ദേശങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ആയത്തിൽ അടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത്, ഖിബലയുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ നേർമാർഗത്തിലാക്കി. ഇതെല്ലാം ഒരു സമുദായം, ഒരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവരികയും ആ സമൂഹത്തെ ഒരു ഉത്തമമായ ഒരു സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ അതിലേക്ക് ഏറ്റവും ഉത്തമമായതിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. വസത്ത് എന്ന വാക്കിന് മധ്യമം, മധ്യത്തിലുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. ഉത്തമമായത്, ശ്രേഷ്ഠമായത്, മിതമായത് എന്നിങ്ങനെയുള്ള ഉദ്ദേശങ്ങളിൽ അത് ഉപയോഗിക്കപ്പെടുന്നു. ഏതൊരു കാര്യത്തിലും ഏറ്റവും ഹൈറായി വരുന്നത് അതിന്റെ മധ്യമമാകുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിന്റെ മധ്യത്തിലുള്ളതാകുന്നു. അപ്പോൾ എപ്പോഴും ഒരു മിതമായ നിലപാട് സ്വീകരിക്കുക, മധ്യത്തിലുള്ള നിലപാട് സ്വീകരിക്കുക, നീതിയോട് അടുക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങി ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമാകുവാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതേ അവസ്ഥയിലേക്ക് നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സെയ്ദ് ഖുത്ബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വാക്കിന് ഏത് അർത്ഥം കൽപ്പിച്ചാലും ശരി, മുസ്ലിം സമുദായം ആ വിശേഷണത്തിന് അർഹർ തന്നെ. വിശ്വാസാചാരങ്ങളിലും വികാരാദികളിലുമെല്ലാം തന്നെ അവർ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് മധ്യനിലയിലുള്ളവരും ശ്രേഷ്ഠന്മാരും മിതത്വമുള്ളവരുമാകുന്നു. ഇബ്നു ജരീർ അഭിപ്രായപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികളുടെ മാതിരി മതത്തിൽ വെച്ചുകെട്ടി അതിരുകവിഞ്ഞവരോ യഹൂദികളുടെ മാതിരി മതത്തെ വെട്ടിച്ചുരുക്കിയവരോ അല്ല മുസ്ലിം സമുദായം. മുസ്ലിം സമുദായം കൊണ്ട് ഇവിടെ വിവക്ഷ നാമമാത്രമായ മുസ്ലിങ്ങളല്ലെന്നും അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാമിനെ അംഗീകരിച്ച മുസ്ലിങ്ങളാണെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ സമുദായത്തിന്റെ അവസ്ഥ, മതം അതിനെ അതിരുകവിച്ചൽ വഴി ലാ തഗ്ലൂ ഫീ ദീനിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രിസ്ത്യാനികളോട് പറഞ്ഞത്, നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ അതിര് കവിയാൻ പാടില്ല. അപ്പോ മതം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തരുന്നിടത്ത് നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിശ്ചയിച്ചു തരുന്ന ആ മധ്യമമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിംകൾ. മതത്തെ വെട്ടിച്ചുരുക്കിയിട്ടുള്ള ജൂതന്മാരെ പോലെയുമല്ല, ഏറ്റവും മധ്യമമായ നയം സ്വീകരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ. ഇതെന്തിനു വേണ്ടിയാണ്? ലിതകൂനു ശുഹദാഅ അലന്നാസി, നിങ്ങൾ ജനങ്ങൾക്കുമേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും, വയകൂന റസൂലു അലൈക്കും ഷഹീദ,
റസൂൽ നിങ്ങൾക്കുമേൽ സാക്ഷ്യം വഹിക്കുന്നവനായിരിക്കുവാനും വേണ്ടിയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം അത് എന്ത്, ഈ സമുദായത്തെ മധ്യമ സമുദായം അഥവാ ഉത്തമ സമുദായം ആക്കിയതിന്റെ പരിണിത ഫലം അള്ളാഹു വിവരിച്ചത് നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരും റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ആളും ആയിത്തീരുവാൻ വേണ്ടി എന്നാണ്. ഈ സാക്ഷ്യം കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് കാണാം. ഇഹത്തിൽ വെച്ചുള്ള സാക്ഷ്യമാണെന്നും പരലോകത്ത് വെച്ചുള്ള സാക്ഷ്യമാണെന്നും ഇഹത്തിലും പരത്തിലും വെച്ചുള്ള സാക്ഷ്യമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. അവയുടെ ചുരുക്കം ഇങ്ങനെ സംഗ്രഹിക്കാം. 1. വിശ്വാസാചാരങ്ങളിലും കർമ്മപരമായ നടപടികളിലുമെല്ലാം മറ്റുള്ളവർക്ക് മാതൃകയും നേതൃത്വവും നൽകിക്കൊണ്ട് നിങ്ങൾ മനുഷ്യ സമുദായങ്ങൾക്ക് സാക്ഷികളായിരിക്കണം. നിങ്ങളുടെ ജീവിതവും നടപടിക്രമങ്ങളും എപ്രകാരമായിരിക്കണമെന്നുള്ളതിന് നിങ്ങൾക്ക് മാതൃകയും നേതൃത്വവും നൽകിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കും സാക്ഷിയായിരിക്കും. അപ്പൊ ഒന്നാമത്തെ അർത്ഥം, വിശ്വാസാചാരങ്ങളാവട്ടെ അല്ലെങ്കിൽ കർമ്മപരമായ നടപടികളാവട്ടെ, ഇതൊക്കെ മറ്റുള്ളവർക്ക് മാതൃകയും നേതൃത്വവും ആവുക മുസ്ലിം സമുദായം. അതോടൊപ്പം മുസ്ലിം സമുദായത്തിന് മാതൃകയാകുന്നത് നിങ്ങളുടെ ജീവിതവും നടപടിക്രമങ്ങളും എപ്രകാരമായിരിക്കണം എന്നുള്ളതിന് നിങ്ങൾക്കുള്ള മാതൃകയും നേതൃത്വവും നൽകിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കും സാക്ഷിയായിരിക്കും. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം, മറ്റുള്ളവർ സന്മാർഗത്തിലാണോ ദുർമാർഗത്തിലാണോ എന്നുള്ളതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. അഥവാ നിങ്ങളുടെ സാൻമാർഗിക ജീവിതത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് മറ്റുള്ളവരുടെ നന്മയും തിന്മയും അളക്കപ്പെടുക. നിങ്ങളുടെ നന്മയും തിന്മയുമാവട്ടെ റസൂൽ കാണിച്ചും പഠിപ്പിച്ചും തന്നതിന്റെ അടിസ്ഥാനത്തിലും അളക്കപ്പെടും. അപ്പോൾ നന്മ തിന്മകൾ യഥാർത്ഥത്തിൽ അത് കാണിക്കപ്പെടുന്നത് മറ്റുള്ള സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കാണിക്കപ്പെടുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾ എന്താണ് നന്മയായി കാണുന്നത്, അതാണ് നന്മ. നിങ്ങൾ എന്താണ് തിന്മയായി കാണുന്നത്, അതാണ് തിന്മ. അതേസമയം നിങ്ങളാവട്ടെ നിങ്ങളുടെ നന്മയും തിന്മയും അത് റസൂൽ കാണിച്ചും പഠിപ്പിച്ചും തന്നതിന്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും അളക്കപ്പെടുക. ഇനി മൂന്നാമത്തെ വ്യാഖ്യാനം, ദൃഷ്ടാന്തങ്ങളും വേദഗ്രന്ഥങ്ങളും മുഖേനയും പ്രവാചകന്മാർ മുഖേനയും നിങ്ങൾക്ക് വേണ്ടത്ര തെളിവുകൾ ലഭിച്ചിട്ടുള്ളതുകൊണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് സത്യമാർഗം ഇന്നതാണെന്ന് ശരിക്കും വിവരിച്ചു കൊടുത്തിരിക്കുന്നുവെന്നും സത്യമാർഗം വിവരിച്ചു കൊടുക്കുന്നതിൽ ഒരു സമുദായത്തോടും അള്ളാഹു പിശുക്ക് കാണിച്ചിട്ടില്ലെന്നും നിങ്ങൾ പരലോകത്ത് വെച്ച് അവർക്കെതിരെ സാക്ഷികളായിരിക്കുന്നതാണ്, അഥവാ സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. അപ്പോ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങളും വേദഗ്രന്ഥങ്ങളും ഒക്കെ ഇതൊക്കെ കൃത്യമായും ലഭിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സന്മാർഗം വിവരിച്ചു കൊടുക്കുന്നതിൽ ഒരു സമുദായത്തോടും അല്ലാഹു പിശുക്ക് കാണിച്ചിട്ടില്ല. അപ്പോ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും കൃത്യമായി നിങ്ങൾക്ക് പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്ന് പരലോകത്ത് നിങ്ങൾ സാക്ഷിയാവുന്നു. പ്രവാചകന്റെയും വേദഗ്രന്ഥത്തിന്റെയും അധ്യാപനങ്ങൾ നിങ്ങൾ ശരിക്കും പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിന് നിങ്ങളെ സംബന്ധിച്ച് റസൂലും സാക്ഷ്യം വഹിക്കുന്നതാണ്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാക്ഷിയായി റസൂലും പരലോകത്ത് വരുന്നു. അതേസമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരുമെല്ലാം ഈ ദഅവത്ത് ഇവിടെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള സാക്ഷിയായി നിങ്ങളും വരുന്നു പരലോകത്ത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ പരസ്പരം വ്യത്യസ്തങ്ങളായി തോന്നുന്ന ഈ വ്യാഖ്യാനങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന തത്വം എല്ലാറ്റിലും ഒന്നു തന്നെയാണെന്ന് അല്പം ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാകുന്നു. അതോടുകൂടി മറ്റൊരു വസ്തുത കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ സമുദായം മറ്റുള്ളവർക്ക് സാക്ഷിയായി തീരുന്നത് ഈ സമുദായത്തിന്റെ ശ്രേഷ്ഠതയായതോടൊപ്പം തന്നെ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഈ സമുദായത്തിന്റെ മേലുള്ള ഒരു വമ്പിച്ച ബാധ്യത കൂടിയാണ് അത് കുറിക്കുന്നത്. കാരണം ആ സാക്ഷ്യത്തിനുള്ള അർഹതയ്ക്ക് കളങ്കം വരുത്താതെ സൂക്ഷിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ കടമയാകുന്നു. മുസ്ലിം സമുദായത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അത്രമാത്രം പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകിയ ആ പ്രാധാന്യം കളഞ്ഞു കുളിക്കാതിരിക്കുവാൻ മുസ്ലിം സമുദായം പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഈ വ്യാഖ്യാനത്തിന്റെ അർത്ഥവിശാലതയിലേക്ക് വെളിച്ചം നൽകുന്നതും സാക്ഷ്യത്തിന്റെ ചില ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ പല ഹദീസുകളും റിവായത്തുകളും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. ഉദാഹരണാർത്ഥം ചിലത് ഇവിടെ ഉദ്ധരിക്കാം. 1. ബുഖാരി, മുസ്ലിം
മുതലായവർ അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു ജനാസയൊന്നിച്ച് മൃതദേഹം കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ പോകുമ്പോൾ ആ ആളെപ്പറ്റി ആരോ പുകഴ്ത്തി പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥിരപ്പെട്ടു എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. മറ്റൊരു ജനാസയൊന്നിച്ച് പോകുമ്പോൾ ആ ആളെപ്പറ്റി മോശമായ നിലയിൽ പറയപ്പെട്ടു. അപ്പോഴും തിരുമേനി അതേമാതിരി തന്നെ പറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, നിങ്ങൾ ആരെപ്പറ്റി നല്ല നിലയിൽ പുകഴ്ത്തി പറയുന്നുവോ അവന് സ്വർഗം സ്ഥിരപ്പെട്ടു, നിങ്ങൾ ആരെപ്പറ്റി മോശമായ നിലയിൽ പ്രസ്താവിക്കുന്നുവോ അവന് നരകവും സ്ഥിരപ്പെട്ടു, നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷികളാകുന്നു. ഈ വാക്യം തിരുമേനി 3 പ്രാവശ്യം പറയുകയുണ്ടായി. തിർമിദി ഉദ്ധരിച്ച റിവായത്തിൽ തിരുമേനി അപ്പോൾ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ എന്നുള്ള ഈ വചനം അവസാനം വരെ ഓതി എന്നുകൂടിയുണ്ട്. സത്യവിശ്വാസികൾ ഒരാളെക്കുറിച്ച് സ്തുതിച്ചു പറയുമ്പോൾ അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതിന്റെയും ഒരാളെപ്പറ്റി അവർ ദുഷിച്ചു പറയുമ്പോൾ അയാൾ ഒരു ചീത്ത മനുഷ്യനാണെന്നുള്ളതിന്റെയും അടയാളമായിരിക്കും അത് എന്നത്രേ ഈ ഹദീസിൽ അടങ്ങിയ തത്വം. ഈ വിഷയത്തിൽ ഇതുപോലെ വേറെയും ചില ഹദീസുകളും റിവായത്തുകളും കാണാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം. ഇമാം അഹ്മദും മറ്റു ചിലരും അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഖിയാമത്ത് നാളിൽ നബിമാരും അവരുടെ സമുദായങ്ങളും കൊണ്ടുവരപ്പെടും. ചിലരൊന്നിച്ച് ഒരാളോ രണ്ടാളോ അതിലധികമോ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു നബിയുടെ ജനതയെ വിളിച്ച് നിങ്ങൾക്ക് ഇദ്ദേഹം പ്രബോധനം ചെയ്തിരുന്നുവോ എന്ന് ചോദിക്കപ്പെടും. ഇല്ല എന്ന് അവർ ഉത്തരം പറയും. ആ നബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതെ എന്നും പറയും. അപ്പോൾ അദ്ദേഹത്തോട് തനിക്ക് സാക്ഷിയായി ആരുണ്ട് എന്ന് ചോദിക്കപ്പെടും. അദ്ദേഹം മുഹമ്മദും അദ്ദേഹത്തിന്റെ സമുദായവും ഉണ്ടെന്ന് ഉത്തരം പറയും. ഇദ്ദേഹം ആ ജനതയ്ക്ക് പ്രബോധനം നൽകിയിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കപ്പെടും. അവർ ഉണ്ട് എന്ന് മറുപടി പറയും. നിങ്ങൾക്ക് അതിനെപ്പറ്റി വിവരം ലഭിച്ചത് എങ്ങനെ എന്ന് ചോദിക്കപ്പെടും. അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി വന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. റസൂലുകൾ അവരവരുടെ ജനങ്ങൾക്ക് പ്രബോധനം നൽകിയിട്ടുണ്ടെന്ന്. അതാണ് അള്ളാഹു പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ എന്ന ഈ ആയത്തിലൂടെ പറഞ്ഞത്. ഒരു റിവായത്തിൽ ഇങ്ങനെയും കൂടിയുണ്ട്: അപ്പോൾ മുഹമ്മദിനെ വരുത്തും, എന്നിട്ട് അദ്ദേഹത്തോട് തന്റെ സമുദായത്തെപ്പറ്റി ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവരെ പറ്റി വളർത്തി പറയും. അവരെപ്പറ്റി അവർ മര്യാദക്കാരാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഈ ഹദീസിലെ വിഷയം ഉൾക്കൊള്ളുന്ന വേറെയും ചില ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മറ്റും കാണാവുന്നതാണ്. അപ്പോ മറ്റു സമുദായങ്ങൾക്ക് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം സാക്ഷികളായിക്കൊണ്ട് പറയും. കാരണം പ്രവാചകന്മാരെല്ലാവരും അവരുടെ ദഅവത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ എന്ന ഈ ആയത്ത് തെളിവാകുന്നു എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയും ഈ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കപ്പെടുകയും അദ്ദേഹം അത് സത്യമാണ് എന്ന് പറയുകയും ചെയ്യും എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എല്ലാ നബിമാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കൽ മുസ്ലിങ്ങൾക്ക് കടമയാണല്ലോ. ഇതിൽ നിന്നാണ് മറ്റുള്ള നബിമാരെയും സമുദായങ്ങളെയും സംബന്ധിച്ച് സാക്ഷ്യം വഹിക്കുവാൻ മുസ്ലിം സമുദായത്തിന് സാധ്യമാകുന്നത്. ചില നബിമാർ ഒന്നിച്ച് ഒന്നോ രണ്ടോ അതിലധികമോ ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ സാരം ആ നബിമാരിൽ വിശ്വസിച്ചവർ അത്രമാത്രമായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ ജനതയിൽ ബാക്കിയുള്ളവരെല്ലാം അവിശ്വാസികളായിരിക്കുമെന്നുമാകുന്നു ഉദ്ദേശം. ഇനി മൂന്നാമത്തത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നത് മുതൽ ഇതുവരെ സ്വീകരിച്ചു വന്ന ഖിബലയെ ബൈത്തുൽ മഖ്ദിസിനെ താൽക്കാലിക ഖിബലയാക്കി വെക്കുവാനുള്ള കാരണം അതിൽ ആരൊക്കെയാണ് റസൂലിനെ പിൻപറ്റുകയെന്നും ആരൊക്കെയാണ് അതിന്റെ പേരിൽ അവിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയെന്നും പ്രത്യക്ഷത്തിൽ വേർതിരിഞ്ഞ് കണ്ടറിയുവാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതായത് وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. നീ ഇതേവരെ യാതൊരു ഖിബലയിൽ നിലകൊള്ളുന്നതായിരുന്നുവോ അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല. വന്നപാടെ മടമ്പുകളിൽ നിന്ന് തിരിഞ്ഞ് മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയല്ലാതെ. അപ്പോ ആദ്യം ഖിബലയായി ബൈത്തുൽ മുഖദ്ദസിനെ ഏർപ്പെടുത്തിയത് ആരാണ് റസൂലിനെ പിൻപറ്റുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. അതാണ് വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹ എന്ന് തുടങ്ങുന്ന ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എന്തും ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്യാതെ സ്വീകരിക്കുകയാണ് അവരുടെ കടമ. അതിന് തയ്യാറില്ലാത്തവരുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഖിബ്ല മാറ്റം പോലെയുള്ള വല്ല പുതിയ വിധികളും നിയമങ്ങളും വരുമ്പോൾ അവർക്ക് സംശയവും ആശയക്കുഴപ്പവും നേരിടുന്നത്. വല്ല സൂറത്തും അവതരിപ്പിക്കപ്പെടുമ്പോൾ സത്യവിശ്വാസികൾക്ക് അത് വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്യുമെന്നും ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് അത് മ്ലേച്ഛതയിൽ കൂടി മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയായിരിക്കും ചെയ്യുക എന്നും സൂറത്ത് തൗബ 124, 125 വചനത്തിൽ കാണാൻ സാധിക്കുന്നതാകുന്നു. وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون وأما الذين في قلوبهم مرض فزادتهم رجسا إلى رجسهم وماتوا وهم كافرون. ഈ ആയത്തില് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് പുതിയ ആയത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാലും അതവർക്ക് ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളവർക്കാണ് ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, അവരുടെ അത് മ്ലേച്ഛതയിൽ കൂടി മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു നൽകുന്നതൊക്കെ അവർ സ്വീകരിക്കും. ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു. പിന്നീട് കാബയിലേക്ക് തിരിയാൻ പറയുമ്പോൾ കാബയിലേക്ക് തിരിയുന്നു. പിന്നത് ഹലാലായി ഇത്രയും കാലം സ്വീകരിച്ചു വന്നിരുന്ന കാര്യം ഇന്നു മുതൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അത് ഹറാമാകുന്നു. ഹറാമാണെന്ന് ഇത്രയും കാലം ഗണിച്ചു വന്നിരുന്ന ഒരു കാര്യത്തെ ഹലാലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹലാലായി മാറുന്നു. അവർക്ക് സ്വീകരിക്കുന്നതിനോ അതുവരെ സ്വീകരിച്ചിരുന്ന, അവർ വിശ്വസിച്ചിരുന്ന, അവർ അംഗീകരിച്ചിരുന്ന ഒരു കാര്യത്തെ മാറ്റിപ്പറയുന്നതിനോ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടുമ്പോൾ അതിലൂടെ പിന്നീട് അവർക്കൊരു പ്രയാസമുണ്ടാകുന്നില്ല എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇല്ലാ ലിനഅലമ മൻ യത്തബിഉ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, ആരാണ് റസൂലിനെ പിൻപറ്റുന്നത്, ആരാണ് പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാകുന്നു. ഇബ്നു ഉമർ പ്രസ്താവിച്ചതായി ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്നു. ഖുബായിലെ പള്ളിയിൽ വെച്ച് ജനങ്ങൾ സുബ്ഹി നമസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു: ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഖുർആൻ വാക്യങ്ങൾ അവതരിച്ചിട്ടുണ്ട്. തിരുമേനിയോട് കഅബയുടെ നേരെ മുന്നിട്ട് നമസ്കരിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു കൊള്ളുവിൻ. ഉടനെ അവർ അതേ നമസ്കാരത്തിൽ വെച്ച് തന്നെ അങ്ങോട്ട് തിരിഞ്ഞു. ഈ സംഭവം മുസ്ലിമും വേറെ മാർഗത്തിലൂടെ ഉദ്ധരിച്ചിരിക്കുന്നു. തിർമിദിയുടെ റിവായത്തിൽ അവർ റുക്കൂഅ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതുണ്ടായതെന്നും റുക്കൂഅ് ചെയ്തുകൊണ്ട് അപ്പാടെ തന്നെ അവർ വട്ടത്തിൽ തിരിഞ്ഞ് ഖിബലക്ക് നേരെ തിരിഞ്ഞു എന്നും കൂടി വന്നിരിക്കുന്നു. അതായത് മുമ്പിലുള്ളവരും ഇമാമും പിന്നിലുള്ളവരും മുമ്പിലും ഇമാമും വരത്തക്ക വണ്ണം അർദ്ധവൃത്താകൃതിയിൽ അവർ നടന്നു തിരിഞ്ഞു എന്നർത്ഥം. കഅബ അവിടെ നിന്ന് തെക്ക് ഭാഗത്തും ബൈത്തുൽ മഖ്ദിസ് വടക്ക് ഭാഗത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
സത്യവിശ്വാസികൾ റസൂലിനെ പിൻപറ്റുന്നവരായി ഇരിക്കുമെന്നുള്ളതിന്റെ ഒരു ഉത്തമ മാതൃകയാണ് ഖുബായിലെ ഈ സംഭവം. നേരെ മറിച്ച് ചില ആളുകൾ ഈ ഖിബില മാറ്റത്തെ തുടർന്ന് ഇസ്ലാമിനെ തന്നെ ബഹിഷ്കരിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ രണ്ടു കൂട്ടരെയും വേർതിരിച്ചറിയുവാനാണ് അങ്ങനെ ചെയ്തതെന്ന് അള്ളാഹു പറഞ്ഞത് പ്രത്യക്ഷത്തിൽ പുലരുകയും ചെയ്തുവല്ലോ. അപ്പോ സ്വഹാബത്തിന്റെ നിലപാട് പ്രകാരമായിരുന്നു. ഖുബായിലെ പള്ളിയിൽ വെച്ച് ജനങ്ങൾ സുബഹി നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയാണ്, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കഅബയുടെ നേരെ മുന്നിട്ട് നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ റുക്കൂയിലായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആ റുക്കൂയിൽ പോലും എഴുന്നേൽക്കാതെ തന്നെ അങ്ങനെ വട്ടമിട്ടുകൊണ്ട് അങ്ങനെ പിന്നെ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നത് നേരെ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയുണ്ടായി എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് വളരെയധികം പ്രാധാന്യപൂർവ്വം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവമാണ്. എപ്പോഴും ഈ സംഭവം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നത് എന്ന കാര്യം അതിലൂടെ പരീക്ഷിക്കപ്പെടുകയും അതിൽ സത്യവിശ്വാസികൾ അല്ലാഹു റസൂലിന്റെ സ്വഹാബത്ത് അതിൽ വിജയം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നാലാമത്തേത്, അള്ളാഹു നേർമാർഗത്തിലാക്കിയ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഖിബില മാറ്റവും മറ്റും അത്ര വമ്പിച്ച കാര്യമൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നടപ്പാക്കപ്പെടുന്ന ഏതൊരു കാര്യത്തിലും അവർക്ക് ആശയക്കുഴപ്പമോ മനപ്രയാസമോ തോന്നുകയില്ല. ചോദ്യം ചെയ്യാതെ അത് അപ്പഴി സ്വീകരിക്കുവാൻ അവർ ഒരുക്കമായിരിക്കും. എന്നാൽ നേർമാർഗം ലഭിച്ചിട്ടില്ലാത്തവർക്കാകട്ടെ വലിയൊരു വിഷമമായിട്ടേ അതിനെ ഗണിക്കുവാൻ കഴിയുള്ളൂ. ഇൻകാനത്തിലെ കബീറത്തൻ ഇല്ല അലല്ലദീന ഹദല്ലാഹ്. അതെ, നാമമാത്ര വിശ്വാസികളും കപടവിശ്വാസികളുമായുള്ളവർക്കും അവിശ്വാസികൾക്കും ഇത്തരം കാര്യങ്ങൾ അനുകൂലിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയാതിരിക്കുക സ്വാഭാവികമാണ്. അതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. അപ്പോ ഇൻകാനത്തിലെ കബീറത്തൻ ഇല്ല അലല്ലദീന ഹദല്ലാഹ്, അള്ളാഹു നേർമാർഗത്തിലാക്കിയതൊഴികെ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിങ്ങനൊക്കെ ഈ സംഭവം ഉണ്ടാവുമ്പോൾ ഒരു ഖിബില മാറുക, അല്ലെങ്കിൽ ഒരു നിയമം മാറ്റി അതിന് സ്ഥാനത്ത് മറ്റൊരു പുതിയ നിയമം വരിക, ഇതൊക്കെ ചില ആളുകൾക്ക് വലിയ പ്രയാസമാണ്. ഇതെന്താ ഇത്രയും കാലം ഇങ്ങനെ, പിന്നെന്താ ഇപ്പൊ അങ്ങനെ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസമില്ലായ്മ മൂലം ഉണ്ടായിത്തീരുന്നതാണ്. അവരുടെ മനസ്സിൽ കപടവിശ്വാസമുള്ളത് കൊണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു സംഗതി ചൂണ്ടിക്കാട്ടുന്നത് ആവശ്യമായി തോന്നുന്നു. അള്ളാഹു നേർമാർഗം നൽകിയവരല്ലാത്തവരുടെ അടുക്കൽ ഇതൊരു വലിയ കാര്യമായിരിക്കുമെന്നും ഉദയാസ്തമന സ്ഥാനങ്ങൾ അള്ളാഹുവിന്റേതാണെന്നും ഈ വചനത്തിലും നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ടായിരിക്കുമെന്നും 115-ാം വചനത്തിലും അള്ളാഹു പ്രസ്താവിച്ചതിനെപ്പറ്റി വിവരിക്കുന്ന മധ്യേ ഇപ്പോൾ ചില ആളുകൾ കുറെ അതിര് കവിഞ്ഞതായി കാണുന്നു. ഖിബലയെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് മാത്രമാണ്, കൂടുതൽ പ്രാധാന്യമൊന്നും അതിനില്ലെന്നാണ് അവരുടെ വിവരണം കാണിക്കുന്നത്. തികച്ചും വാസ്തവ വിരുദ്ധവും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നിനെ നിസ്സാരമാക്കലുമാണിത്. ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത സൂറത്ത് ഹജ്ജ് 30-32 എന്നീ വചനങ്ങളിൽ അള്ളാഹു പ്രസ്താവിച്ചതിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അതവർക്ക് ഗുണകരമല്ലെന്നും ഹൃദയത്തിൽ ഭയഭക്തിയുടെ കുറവാണിതിന് കാരണമെന്നും വ്യക്തമാകുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഖിബില എന്നൊക്കെ പറയുന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരും മനസ്സിലാക്കേണ്ടതില്ല. അപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും ഫൈനമാത്തുവല്ലു ഫതമ്മ വജ്ഹുല്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പമില്ല, അത് പിന്നെ കഅബയിലേക്ക് തന്നെ തിരിയണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വസ്വാസിലാക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാകുന്നു.
അതാണ് സൂറത്ത് ഹജ്ജിന്റെ 30, 31, 32 വചനങ്ങളിൽ യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിലെ ഭയഭക്തിയുള്ള ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ സൂക്ഷിക്കും, അതിനെ ബഹുമാനിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാട് ഇങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് ഖുർആൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ ചില ആളുകൾ, ചില ആധുനികരായിട്ടുള്ള മലയാളത്തിൽ തന്നെ വിരചിതമായിട്ടുള്ള ചില വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ എഴുതി പിടിപ്പിച്ചതിനെയാണ് മഹാനായ മുഹമ്മദ് അമാനി മൗലവി ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ വിഷയകമായി മർഹൂം സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു ദീർഘമായ പ്രസ്താവനയുടെ സാരം ഇവിടെ ഉദ്ധരിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും എന്ന് തോന്നുന്നു. അതിങ്ങനെ വായിക്കാം. വിശ്വാസത്തിലും ഭാവനയിലും ആരാധനയിലും ഖിബലയിലുമെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിനും അതിന്റേതായ വിശേഷതകൾ അനിവാര്യമാണ്. എന്നാൽ ആരാധനാപരമായ ചിഹ്നങ്ങളിലും ഖിബലയിലും ഉള്ളതുപോലെ തന്നെ മറ്റൊന്നിലും ഈ പ്രത്യേകത അത്ര വ്യക്തമായി വെളിപ്പെട്ട് കാണുകയില്ല. ഇതിൽ നിന്നാണ് ആരാധനാകർമ്മങ്ങളുടെ ബാഹ്യരൂപങ്ങൾ പുലർത്തേണ്ടുന്ന ആവശ്യം നേരിടുന്നത്. അവയെപ്പറ്റിയും മനഃശാസ്ത്രത്തെപ്പറ്റിയും വേണ്ടതുപോലെ ചിന്തിക്കാത്തവർക്ക് അവ കുടുസായ ചില യാഥാസ്ഥികത്വങ്ങളായോ ബാഹ്യമായ ചില ചടങ്ങുകളായോ തോന്നിയേക്കും. ദൃശ്യമായ ശരീരവും അദൃശ്യമായ ആത്മാവും ചേർന്നുള്ള മനുഷ്യപ്രകൃതി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അവന്റെ വികാരങ്ങളെ ബാഹ്യത്തിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള ചില കർമ്മരൂപങ്ങൾ ഉണ്ടായിരിക്കണമെന്ന്. പ്രകൃതിയായുള്ള ഈ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം അതിന്റെ ആരാധനാപരമായ ചിഹ്നങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. വെറും ഉദ്ദേശം കൊണ്ടോ ആത്മസാന്നിധ്യം കൊണ്ടോ ആ ലക്ഷ്യം നിറവേറ്റുന്നതല്ല. അതിനാൽ ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണം, ഇന്ന ഭാഗം കുമ്പിടണം, തലവെക്കണം, ഇന്നയിടത്തു നിന്ന് ഇഹ്റാം നടത്തണം, ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്നത് ചെല്ലണം, കരുതണം, ഇന്നത് തിന്നരുത്, ചെയ്യരുത് എന്നിങ്ങനെ രൂപവും ഭാവവും ഓരോന്നിലും നിർണ്ണയിക്കാതെ പറ്റുകയില്ല. വിചാരങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിക്കുന്നതിന് അധികൃതമായ രൂപങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൽ നിന്നാണ് കല്ല്, മരം, സൂര്യൻ, നക്ഷത്രം, പക്ഷി, മൃഗം ആദിയായവയുടെ ആരാധനകൾ രൂപം കൊണ്ടിരിക്കുന്നത്. അല്പം സുദീർഘമായ ഒരു പ്രസ്താവനയാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ സയ്യിദ് ഖുത്ബിന്റെ വിശദീകരണം അദ്ദേഹം നൽകുന്നത് വിശ്വാസത്തിലും ഭാവനയിലും ആരാധനയും ഖിബലയിലുമൊക്കെ മുസ്ലിം സമുദായത്തിന് അതിന്റേതായ സവിശേഷതകളുണ്ട്, അനിവാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇത്തരം ചടങ്ങുകൾ, ആരാധനാ രീതികൾ ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയാൽ പോരെ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ മനുഷ്യന്റെ പ്രകൃതിപരമായ, അല്ലെങ്കിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രകൃതിപരമായ ഒരു രീതി തന്നെയാകുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നത് വേണം, ഇന്നത് വേണ്ട എന്നൊക്കെ പറയപ്പെടുമ്പോൾ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുക എന്നതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ആകയാൽ ആരാധന സംബന്ധമായ ചിഹ്നങ്ങൾക്ക് ഒരു നിശ്ചിത രൂപം വേണമെന്ന മനുഷ്യപ്രകൃതിയുടെ ആവശ്യത്തെ ഇസ്ലാം സ്വാഗതം ചെയ്തു. അവന്റെ മനസ്സും ശരീരവും കൊണ്ട് അവൻ അല്ലാഹുവിലേക്ക് മുന്നിടുമ്പോൾ എങ്ങോട്ടാണ് അവൻ തിരിഞ്ഞു നിൽക്കേണ്ടതെന്ന് നിശ്ചയിച്ചു കൊടുത്തു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ചുള്ള യാതൊരു രൂപസങ്കല്പവും ഉണ്ടായിക്കൂടാ. അമുസ്ലിങ്ങളുടേതായ പ്രത്യേകതകളിൽ അവരോട് സദൃശ്യം വഹിക്കുവാനും അവരെ അനുകരിക്കുവാനും പാടില്ലെന്ന് വിലക്കിയതും ഈ പശ്ചാത്തലത്തിൽ തന്നെ. ഇതൊക്കെ കേവലം ചില വർഗീയ കാര്യങ്ങളോ യാഥാസ്ഥികങ്ങളോ ചടങ്ങുകളോ അല്ല. ബുദ്ധി, വിചാരം, വികാരം, മനസ്സ്, സ്വഭാവം, ആഭിമുഖ്യം ആദിയായവയിലെല്ലാം ഒരു ജനതയെ ഇതര ജനതകളിൽ നിന്ന് വേർതിരിക്കുന്നതിന് ഉള്ള വിധാനങ്ങളത്രേ അവ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഹുറൈറ പറയുന്നു, ജൂതരും ക്രിസ്ത്യാനികളും നരച്ച താടി മുടിക്ക് വർണ്ണം കൊടുക്കാറില്ല. നിങ്ങൾ അവരോട് എതിരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ജനക്കൂട്ടത്തിൽ വന്നപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. തിരുമേനി പറഞ്ഞു, അജമികൾ, പേർഷ്യക്കാർ തുടങ്ങിയ അനറബികൾ തമ്മിൽ ബഹുമാനപൂർവ്വം എഴുന്നേൽക്കാറുള്ളത് പോലെ നിങ്ങൾ എഴുന്നേൽക്കരുത്. തിരുമേനി പറഞ്ഞു, ക്രിസ്ത്യാനികൾ മറിയമിന്റെ മകന് ഈസാ നബി അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങൾ അമിത പ്രശംസ നടത്തരുത്. ഞാൻ ഒരു അടിയാൻ മാത്രമാകുന്നു, അള്ളാഹുവിന്റെ അടിയാനും അവന്റെ റസൂലും എന്ന് പറഞ്ഞുകൊള്ളുക. കാഴ്ചപ്പാട്, വസ്ത്രവേഷം, വാക്ക്, പ്രവൃത്തി പോലെയുള്ള എല്ലാത്തിലും മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് സാദൃശ്യം വഹിക്കൽ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം
വികാരമാറ്റങ്ങൾക്ക് അവ പ്രചോദനമാകുന്നു എന്നുള്ളതാകുന്നു. ഇത് സയ്യിദ് ഖുത്ബിന്റെ ഫീ ദുലാലിൽ ഖുർആൻ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്ന് എടുത്ത് അദ്ദേഹം ഉദ്ധരിച്ചതാണ്. അപ്പൊ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുത, എന്തൊരു കാര്യവും ആരാധനാ സംബന്ധമായ ചിഹ്നങ്ങൾ, അതിന്റെ രൂപഭാവങ്ങൾ, അതിന്റെ കാര്യങ്ങളൊക്കെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായി നിർണയിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഒതുങ്ങി നിൽക്കുവാൻ മുസ്ലിം സമുദായം കടപ്പെട്ടിരിക്കുന്നു. മറ്റു സമുദായങ്ങളെ അനുകരിക്കാൻ പാടില്ല. പൂർവിക സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അനുകരിക്കുവാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല അവരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ ചില ഉദാഹരണങ്ങൾ അദ്ദേഹം ഇവിടെ സയ്യിദ് ഖുത്ബിന്റെ ഉദ്ധരിച്ച ചില ഉദാഹരണങ്ങൾ ഇവിടെ അമാനി മൗലവി വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെയും മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ട്, പ്രത്യേകമായ രീതികളുണ്ട്. ആ രീതികൾ അവലംബിച്ചുകൊണ്ടായിരിക്കണം പോവേണ്ടത്. ഒരാളെ കാണുമ്പോൾ തന്നെ ആ കാഴ്ചയിൽ തന്നെ അയാളൊരു മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരുപാട് അടയാളങ്ങൾ, മറ്റുള്ള സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില അടയാളങ്ങൾ മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അല്ലാഹു നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ നിർണയിക്കപ്പെട്ട കാര്യങ്ങൾ ഒരാളെ കാണുന്നതോടുകൂടി തന്നെ അയാളൊരു മുസ്ലിമാണെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരവസ്ഥ അത് ആവശ്യമാകുന്നു എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം. പിന്നീട് തുടർന്ന് പറയുന്നത്, നിങ്ങളുടെ സത്യവിശ്വാസത്തെ അള്ളാഹു പാഴാക്കി കളയുകയില്ല. വമാ കാന അല്ലാഹു ലിയുളിഅ ഈമാനക്കും എന്ന് അള്ളാഹു സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസ് മാറ്റി കഅബയെ സ്ഥിരം ഖിബ്ലയാക്കി എന്ന് നിയമിച്ചപ്പോൾ ആ ഇടക്കാലത്തിൽ മരണമടഞ്ഞ ചില സത്യവിശ്വാസികളുടെ നമസ്കാരത്തിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് സഹാബികളിൽ ചിലർക്ക് സംശയം തോന്നി. ഇതിനുള്ള മറുപടിയാണിതെന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു. അപ്പൊ അതുവരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് ശരിയല്ലേ എന്ന് വിചാരിക്കേണ്ടതില്ല. അതുവരെ ചെയ്തതും ശരിയാണ്, അതിനുശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നതും ശരിയാണ്. അല്ലാഹുവാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ബൈത്തുൽ മഖദ്ദസിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ടുന്ന കാലഘട്ടങ്ങളിൽ ഒരാൾ ബൈത്തുൽ മഖദ്ദസിലേക്ക് തിരിയാതെ വേറെടുക്കെങ്കിലും തിരിഞ്ഞു നിസ്കരിച്ചാലോ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതേസമയം കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചതിന് ശേഷം വീണ്ടും ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിലോ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇതിനുള്ള മറുപടിയാണ് ഇതെന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു. എന്ത് വമാ കാന അല്ലാഹു ലിയുളിഅ ഈമാനക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം നിങ്ങളുടെ ഈമാനിനെ സത്യവിശ്വാസത്തെ അള്ളാഹു പാഴാക്കി കളയുകയില്ല. അപ്പോൾ നിങ്ങളുടെ സത്യവിശ്വാസത്തെ അള്ളാഹു പാഴാക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ സാരം, സത്യവിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തിട്ടുള്ള നമസ്കാരം പോലെയുള്ള കർമ്മങ്ങളെ അള്ളാഹു വെറുതെയാക്കുകയില്ല, അത് അവൻ സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാം. ഇമാം ബുഖാരി മുതലായ ചില മഹാന്മാർ ഈമാനക്കും നിങ്ങളുടെ സത്യവിശ്വാസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം നിങ്ങളുടെ നമസ്കാരം എന്നാണെന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കൽപ്പന നിരുപാധികം അനുസരിക്കുകയും ആ അനുസരണം വിശ്വാസത്തോടു കൂടി ആയിരിക്കുകയും ചെയ്യുമ്പോൾ ആ കൽപ്പന പ്രകാരം ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ സ്വീകാര്യമല്ലാതാക്കുന്നത് ദയയില്ലായ്മയും കാരുണ്യമില്ലായ്മയുമാണല്ലോ. അള്ളാഹു ആവട്ടെ മനുഷ്യരോട് വളരെ ദയവും വാത്സല്യമുള്ളവനാകുന്നു, വളരെ കാരുണ്യമുള്ളവനുമാണ്. എന്നിരിക്കെ അവൻ നിങ്ങളുടെ ആ നമസ്കാരങ്ങളെ പാഴാക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്നും അവസാനം അവരെ ഉണർത്തുന്നു. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു തീർച്ചയായും സത്യവിശ്വാസികളോട് അങ്ങേയറ്റം കരുണയുള്ളവനും ദയാലുമാകുന്നു എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈമാനിനെ ദുർബലമാക്കുക, നിങ്ങളുടെ ഈമാനിനെ പാഴാക്കി കളയുക എന്നുള്ള സംഭവം ഉണ്ടാകുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നു. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഒരു യുദ്ധത്തിൽ ബന്ധനസ്ഥനായവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവളുടെ കുട്ടി അവളിൽ നിന്ന് കൈവിട്ടു പോയിരുന്നു. അവൾ അവളുടെ കുട്ടിയെ തിരഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുകയുണ്ടായി. ഇടയ്ക്ക് വെച്ച് കാണുന്ന കുട്ടികളെല്ലാം എടുത്ത് അവൾ മാറോട് അണക്കും. സ്വന്തം കുട്ടിയെ കണ്ട ഉടനെ അതിനെടുത്ത് അണച്ചുപിടിച്ച് അതിന് മുറ കൊടുത്തു. തിരുമേനി ഇത് കണ്ട് സഹാബികളോട് ചോദിച്ചു, ഇവളുടെ കുട്ടിയെ തീയിൽ ഇടാതിരിക്കുവാൻ ഇവൾക്ക് കഴിവുള്ളപ്പോൾ ഇവളുടെ കുട്ടിയെ തീയിൽ ഇട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ ഉത്തരം പറഞ്ഞു, ഇല്ല റസൂലേ. അപ്പോൾ തിരുമേനി പറഞ്ഞു, എന്നാൽ അള്ളാഹു അവന്റെ അടിയാന്മാരോട് ഇവളുടെ കുട്ടിയോടുള്ളതിനേക്കാളും കാരുണ്യമേറിയവനാകുന്നു. അള്ളാഹുവേ, നീ ഞങ്ങളെല്ലാം നിന്റെ വിശാലമായ കാരുണ്യത്തിന് പാത്രമാക്കിയണമേ എന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, ഒരു സ്ത്രീ, ആ സ്ത്രീ അതിന്റെ കുഞ്ഞിനെ കാണാതായി, എന്നിട്ട് അതിനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിന്റെ മാറോടണച്ച് അതിനെ മുലയൂട്ടി, ആ സന്ദർഭത്തിൽ ആ കുഞ്ഞിനോട് ആ ഉമ്മക്കുണ്ടാകുന്ന സ്നേഹം
ആ സ്നേഹത്തെക്കാൾ വലിയ സ്നേഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ സൃഷ്ടികളായ അവന്റെ അടിമകളായ മനുഷ്യരോടൊക്കെ ഉള്ളത് എന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും കരുണയില്ലാത്ത, ദയാലുവല്ലാത്ത ഒരു സൃഷ്ടാവല്ല, ഒരു വടച്ചവനല്ല, ഒരു ദൈവമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. മറിച്ച് ഒരിക്കലും നിങ്ങൾ ചെയ്ത ഒരു അമലിനെയും, ഒരു നല്ല അമലിനെയും, നല്ല ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കുന്ന ഒരു അമലിനെയും അല്ലാഹു പാഴാക്കി കളയുകയില്ല. അതിനൊക്കെ കൃത്യമായ പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഏതൊരു നന്മ ചെയ്യുന്നതിനും അതിൽ 10 മടങ്ങ് ഇരട്ടികളായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു തിന്മ ചെയ്യുന്നവനാവട്ടെ, ആ തിന്മക്ക് തുല്യമായി ഒരു തിന്മ മാത്രമാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. മാത്രവുമല്ല, ഒരു തിന്മ രേഖപ്പെടുത്തപ്പെടുന്നത് പോലും അവന്റെ പശ്ചാത്താപം വഴി അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് ഇല്ലാതാക്കി കളയുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ഒരാൾ ചെയ്ത ഒരു അമല്, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു അമലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് ഇല്ലാതാക്കി കളയുന്നില്ല. അപ്പോൾ നന്മകൾ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഹസനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു. മാത്രമല്ല, പിന്നെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നന്മകളിലൂടെ അല്ലാഹു മായ്ച്ചു കളയുന്നു. എന്നാൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, അല്ലെ, സയ്യിആത്തിനെ മായ്ച്ചു കളയാണ് യഥാർത്ഥത്തിൽ ഹസനാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയേറെ കാരുണ്യവും ദയവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം എന്നത് കൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളോടുള്ള സ്നേഹത്തെയാകുന്നു. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും അള്ളാഹുവിന്റെ നിയമം എന്താണോ ആ നിയമം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. അതിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. അതിനെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടത്തി എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് പോകാൻ പാടുള്ളതല്ല. അതാണ് മുൻ സമുദായങ്ങൾക്ക് സംഭവിച്ചത്. അതുകൊണ്ട് ഖുർആൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത്, എങ്ങനെയാണ് സ്വഹാബത്ത് അത് മനസ്സിലാക്കി തന്നത്, സ്വഹാബത്ത് അത് സാക്ഷികളായിക്കൊണ്ട് മറ്റുള്ള സമുദായങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് സ്വഹാബത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ ആയത്തിലൂടെ വ്യക്തമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ അവരെ പുകഴ്ത്തിക്കൊണ്ട് പിന്നെ വിശദീകരിച്ചത് ലിതകൂനു ശുഹദാഅ അലന്നാസി എന്നുള്ളത്. അതുകൊണ്ട് സ്വഹാബത്തിന്റെ സവിശേഷത, അവരുടെ മഹത്വം എത്രമാത്രമുണ്ട് എന്നുള്ളത് കൂടി ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ വലിയൊരു അനുഗ്രഹം, അതായത് വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഹാബത്ത്, ഇതെല്ലാം അള്ളാഹു നമുക്ക് നിശ്ചയിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാകുന്നു. ആ അനുഗ്രഹങ്ങളെ നാം പൂർണ്ണമായും സ്വീകരിക്കുക, അതനുസരിച്ച് നാം ജീവിതം ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് നിയമം നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടോ ആ നിയമങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുക. പ്രവാചകനിലൂടെ വരുന്ന കാര്യങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ നിങ്ങൾക്ക് എന്ത് കൊണ്ടു തരുന്നുവോ അതെല്ലാം നിങ്ങൾ അംഗീകരിക്കുക. റസൂൽ എന്ത് നിങ്ങൾക്ക് വിരോധിക്കുന്നുവോ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുക. ഈ തത്വം അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു പാഴാക്കി കളയാത്ത രൂപത്തിൽ പൂർണ്ണമായ അതിലേറെ ഇരട്ടികളായിക്കൊണ്ട് പ്രതിഫലം ലഭ്യമാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.